അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മൊബൈൽ ഫോൺ വഴി ഖുർആൻ ഓതുന്നവർക്ക് വളരെ പ്രയോജനകരമായ ഒരു ആപ്ലിക്കേഷനാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത്. വിദ്യാർത്ഥികൾക്കും സാധാരണക്കാർക്കും പണ്ഡിതന്മാർക്കും ഹാഫിളുകൾക്കുമെല്ലാം വളരെ ഉപകാരപ്പെട്ടതാണ് ഈ ആപ്ലിക്കേഷൻ. ആദ്യം നമ്മൾ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ ഖുർആൻ എന്ന് ഇംഗ്ലീഷിൽ ടൈപ്പ് ചെയ്യുക. അപ്പോൾ അതിൽ പല ആപ്ലിക്കേഷൻസും വരും. നമുക്കിതിൽ നിന്ന് ഖുർആൻ ഫോർ ആൻഡ്രോയിഡ് എന്ന ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാം. ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഒരു നോട്ടിഫിക്കേഷൻ വരും. അതിൽ നമ്മൾ ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ക്ലിയർ ഡാറ്റ അടിച്ചാലും ഈ ഖുർആൻ നഷ്ടപ്പെടുന്നതല്ല. പിന്നീട് വരുന്ന ആക്സസിൽ അലോ കൊടുക്കുക. ഇനി നമ്മളിത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ആദ്യം സൂറത്തുകൾ വരുന്നതാണ്. ഈ സൂറത്തുകളിൽ നമുക്ക് ഇഷ്ടമുള്ള ഒരു സൂറത്ത്, ഉദാഹരണത്തിന് സൂറത്ത് തൗബ നമ്മൾ സെലക്ട് ചെയ്തു. ഇനിയിപ്പോൾ ഖുർആൻ ഇതിൽ നമുക്ക് സാധാരണ ഓതാവുന്നത് പോലെ ഓതാവുന്നതാണ്. ഇനി നമ്മൾ തിരഞ്ഞെടുത്ത സൂറത്ത് ഒരു ഖാരി ഓതുന്നത് നമുക്ക് കേൾക്കണമെങ്കിൽ ഈ പേജിൽ ഒന്ന് ടാപ്പ് ചെയ്താൽ ഇതിൻ്റെ അടിയിൽ ഒരു കറുത്ത ബാർ പ്രത്യക്ഷപ്പെടുന്നതാണ്. അതിൻ്റെ വലത് ഭാഗത്ത് കാണുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ ഖാരിങ്ങളുടെ പേര് വരുന്നതാണ്. അതിലിഷ്ടമുള്ള ഖാരിയെ സെലക്ട് ചെയ്ത് ഇടതു ഭാഗത്തുള്ള പ്ലേ ബട്ടൺ അമർത്തുക. അപ്പോൾ അത് ഓതുന്നത് നമുക്ക് കേൾക്കാവുന്നതാണ്. ഈ സൂറത്ത് ഡൗൺലോഡ് ചെയ്യുന്നതിന് ആദ്യ തവണ നെറ്റ് ആവശ്യമാണ്. പിന്നീട് എപ്പോൾ വേണമെങ്കിലും നെറ്റില്ലാതെ തന്നെ ആ ഖിറാഅത്ത് നമുക്ക് കേൾക്കാവുന്നതാണ്. فسيحوا في الأرض أربعة أشهر ഓതിക്കൊണ്ടിരിക്കുമ്പോൾ താഴെയുള്ള ബാറിൽ വരുന്ന മ്യൂസിക് പ്ലെയറിലേതുപോലെയുള്ള ബട്ടൺസ് ഉപയോഗിച്ച് തൊട്ടടുത്ത ആയത്തുകളോ മുമ്പുള്ള ആയത്തുകളോ തിരഞ്ഞെടുക്കാനും ഓതുന്ന ആയത്തുകൾ 1, 2, 3 തവണ ആവർത്തിക്കാനുമുള്ള ഓപ്ഷനുകൾ അതിൽ ലഭ്യമാണ്. ഇതിൽ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ ഓതിയത് അടയാളം വയ്ക്കാൻ ഈ ഐക്കണിൽ പ്രസ് ചെയ്യാവുന്നതാണ്. പിന്നീട് നമുക്ക് ഖുർആൻ തുറന്ന് ഈ ഭാഗത്ത് പ്രസ് ചെയ്താൽ ആ അടയാളം വെച്ച സ്ഥലം ഓപ്പൺ ആവുന്നതാണ്. തൊട്ടടുത്തുള്ള ഐക്കൺ അതിൻ്റെ തഫ്സീർ നോക്കാനുള്ളതാണ്. തഫ്സീറുൽ ജലാലൈനി, തഫ്സീറുൽ ബഗവി അടക്കമുള്ള ധാരാളം തഫ്സീറുകൾ ഇതിൽ ലഭ്യമാണ്. ഇതിൽ വളരെ സൗകര്യപ്രദമായ മറ്റൊരു ഓപ്ഷൻ, ഏതെങ്കിലും ഒരു ആയത്ത് ഒരാൾക്ക് അയച്ചു കൊടുക്കണമെങ്കിൽ ആ ആയത്തിൽ നമ്മളൊന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഒരു ഐക്കൺ വരുന്നതാണ്. അതിൽ ഷെയർ അമർത്തിക്കഴിഞ്ഞാൽ അത് നമുക്ക് വാട്സപ്പിലേക്കോ മറ്റോ ഷെയർ ചെയ്യാവുന്നതിനും വളരെ എളുപ്പമാണ്. ഇനി നമുക്ക് ഖുർആനിലെ ഒരു ആയത്ത് കണ്ടുപിടിക്കണമെങ്കിൽ ഇതിലുള്ള സെർച്ച് ഓപ്ഷനിൽ അമർത്തിയതിന് ശേഷം ആ ആയത്തിലെ ഏതെങ്കിലും ഒരു പദം ടൈപ്പ് ചെയ്താൽ, അറബിയിൽ ടൈപ്പ് ചെയ്താൽ ആ ആയത്ത് വരുന്നതാണ്. സമാനമായ പദങ്ങൾ മറ്റായത്തുകളിലും ഉണ്ടെങ്കിൽ ഖുർആനിൽ വന്ന ക്രമപ്രകാരം അതെല്ലാം ഇതിൽ കാണിക്കുന്നതാണ്. സെർച്ച് ചെയ്യുമ്പോൾ കെലിമത്തുകൾക്കിടയിൽ സ്പേസ് ഇട്ട് വേണം സെർച്ച് ചെയ്യാൻ. ഞാൻ ഹാദാ ഹലാലുൻ എന്ന പദമാണ് ഇതിൽ ടൈപ്പ് ചെയ്തത്. അത് ഇതിൽ ഇതാ വന്നിരിക്കുന്നു. ഇതുപോലെ ധാരാളം ഉപകാരപ്രദമായ ഓപ്ഷനുകൾ ഇനിയും ഇതിൽ ലഭ്യമാണ്. വളരെ അത്യാവശ്യമുള്ള ഓപ്ഷനുകൾ മാത്രമാണ് ഞാൻ ഇതിൽ വിവരിച്ചത്. മറ്റുള്ളത് നിങ്ങൾക്ക് തന്നെ സ്വയം കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. ഇത് പരമാവധി ആവശ്യമുള്ളവർക്ക് ഷെയർ ചെയ്തു കൊടുക്കുക. എല്ലാവരുടെയും പ്രാർത്ഥനയിൽ എന്നെ ഉൾപ്പെടുത്തണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അസ്സലാമു അലൈക്കും.